അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ചെറിയൊരു യാത്ര പോകാമെന്ന് കരുതിയിരിക്കുകയാണ്. അജ്മാനിൽ തന്നെയുള്ള അൽസോറ അൽ മറീന എന്ന സ്ഥലത്താണ്. ഏകദേശം ഒരു 5 to 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നിന്ന്. ഇപ്പോൾ പോയ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് എത്താനുള്ളൂ. അപ്പോൾ ഫാമിലിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിക്കാനും ഒക്കെ ഉള്ള പാർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻലി അവിടെ ബോട്ട് സർവീസാണ്. അത് കൂടാതെ തന്നെ കുട്ടികൾക്കൊക്കെ ഉള്ള നല്ല വിശാലമായിട്ടുള്ള പാർക്കുണ്ട്. ഫാമിലിക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഈ പറഞ്ഞ സ്ഥലങ്ങളും ഈ പാർക്ക് അതുപോലെ തന്നെ ഈ ബോട്ട് സർവീസ് അതെല്ലാം നമുക്കൊന്ന് പോയിട്ട് കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരാം. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ അജ്മാനിൽ നല്ല കറക്റ്റായി കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറിയിട്ട് ആ ടേസ്റ്റി കറക്റ്റായി കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഷോപ്പെത്തി. അൽ സഫ്രാൻ കറക്റ്റി, ഇതാണ് നമ്മുടെ ഷോപ്പ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഏകദേശം ആ റൗണ്ട് ബോട്ട് മുതൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റും നമുക്ക്. എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഫാമിലിക്ക് പറ്റിയൊരു ഏരിയ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നുണ്ട്. വീക്കെൻഡ്സിലൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഏകദേശം വൈകുന്നേരം 5:30 കഴിഞ്ഞു. നല്ല റഷുണ്ട്, നല്ല ആളുകളുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നോർമലി വരുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ വരുന്നുണ്ട്. നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റഷാണ്. കിട്ടുമോ എന്നറിയില്ല, എങ്കിലും പോയി നോക്കാം. അത്യാവശ്യം നല്ല റഷ് കാണാനുണ്ട്. വീക്കെൻഡാണ്. ഏകദേശം വൈകുന്നേരമായി. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. യുഎയിലുള്ളവർ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി ഈ നോർത്തേൺ സൈഡിലുള്ള ദുബായ്, ഷാർജ, അജ്മാൻ ഏരിയയിലുള്ള ആളുകൾ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്.
സൈഡിലായിട്ട് കുട്ടികളുടെ പാർക്ക് നമുക്ക് കാണാം. റെസ്റ്റ് റൂംസ് ഉണ്ട്, കഫ്റ്റീരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ കഫേകളുണ്ട്. കുട്ടികൾക്ക് നല്ല നല്ല കളിക്കാൻ പറ്റുന്ന പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ പ്രെയർ റൂം സൗകര്യം കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഉണ്ടാവാം. പല ആളുകളും ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിസ്കരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രെയർ റൂംസൊക്കെ ലിമിറ്റഡ് ആണ്. ഈ പ്രത്യേകിച്ച് ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം പല ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാവാം നിസ്കരിക്കുന്നതൊക്കെ. നല്ല തണുപ്പാണെന്നറിയാലോ. ഈ തണുപ്പ് സമയത്ത് ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇവർ നല്ലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് അതിന് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. നാട്ടിലൊക്കെ നമ്മൾ വിൻ്റർ ടൈമിൽ രാവിലെ കുളിരിന് വേണ്ടിയിട്ട് ഇലയൊക്കെ ഇട്ട് കത്തിക്കുന്ന പോലെ അതേ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ഫുഡിങ്ങൊക്കെ അതിനടുത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് വരുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താ പറയുക, ഈ നോർത്തേൺ റീജിയനിലുള്ള ആളുകൾ എന്തായാലും നിർബന്ധമായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടവേള നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഇടവേള എടുത്തു. കാരണം ബോട്ടിങ്ങിൻ്റെ അവിടെ നല്ല തിരക്കാണ്, ഹെവി റഷാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നിസ്കരിച്ച് വന്ന് സമയം 8 മണിയായി. ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. ഇപ്പോഴും നല്ല നീണ്ട ലൈന് കാണാം. ഒരുപാട് പേർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾക്കും ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ ബോട്ടിങ് എന്ന ആഗ്രഹം ഇവിടെ താൽക്കാലികമായി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടും സമയം ഒരുപാട് അതിക്രമിച്ചത് കൊണ്ടും പിന്നെ അത് മാത്രമല്ല, ഈ നല്ല തണുപ്പാണ്. ഈ സമയത്ത് ഒരു ബോട്ടിങ് എത്രത്തോളം നമുക്ക് അനുകൂലമാകും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം തന്നെ നമുക്ക് സമയം നോക്കിയിട്ട് ബോട്ടിങ്ങിന് വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ വന്ന് ബോട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരത്തെ പോന്നു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നുമില്ല. എങ്കിലും ടിക്കറ്റിങ്ങിന് ഇപ്പോഴും ക്യൂ കാണുന്നുണ്ട്. അധികമൊന്നുമില്ല.
മനോഹരമായിട്ടുള്ളൊരു യാത്ര. ഇതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അരമണിക്കൂർ യാത്ര ചെയ്യാൻ പെർ ഹെഡ് വെറും 4 ദിർഹംസ് മാത്രമേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഓരോ യാത്ര തീർന്നു കഴിഞ്ഞാലും പുള്ളിക്കാരൻ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ പ്രോട്ടോകോൾസൊക്കെ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇന്നലെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ബോട്ടിംഗ് ഇന്ന് വളരെ സന്തോഷകരമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര അല്ലെങ്കിൽ ഒരു ജേണി നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നലെ വൈകിട്ട് 8 മണിക്കും നീണ്ട ക്യൂ കാരണം ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്ത് കാരണം നമുക്ക് ബോട്ടിങ് നടത്താൻ പറ്റി അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഏകദേശം 8 മണി വരെ 8:30 വരെ ഇവിടെ വെയിറ്റ് ചെയ്തു. ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അടുത്ത ദിവസം തന്നെ നമ്മൾ വന്ന് ആ ബോട്ടിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾ നേരത്തെ വന്നു. ഏകദേശം ഒരു 4-4:15 ആയപ്പോഴേക്കും ഇവിടെ എത്തി. ടിക്കറ്റ് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ടിക്കറ്റ് കുറച്ച് നേരം ലൈനിൽ നിന്നു, ടിക്കറ്റ് കിട്ടി. ഏകദേശം വെറും 4 ദിർഹംസിന്. അതാണ് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. ബർദുബായ്, ദേര, അബ്രയിൽ 1 ദിർഹംസ് ഉണ്ട്, ശരിയാണ്. എങ്കിലും അതിനേക്കാൾ ഒന്നും കൂടി ബെറ്ററായിട്ട് എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയാണ്. അതായത് വെറും 4 ദിർഹംസിന് ഏകദേശം അരമണിക്കൂറോളമുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ഈ ഏരിയയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ട്, പിന്നെ എൻ്റെ വലതു ഭാഗത്തായിട്ട് കുട്ടികൾക്ക് വിശാലമായിട്ട് ഉള്ള പാർക്കുണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു. രാത്രി സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, രാത്രി എന്നല്ല ഏത് സമയത്തും. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള യാത്ര പൂർത്തീകരിച്ച ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.